ഈ ക്ലാസ് റൂമിന് വെളിയിലേക്ക് വരുമ്പോൾ ചില തെറ്റിദ്ധാരണകളാണ് നമ്മളിനി സംഭവിക്കേണ്ടത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച സയൻസ് വെളിയിൽ കാണുന്നില്ല. സോഷ്യൽ മീഡിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രോദനം എന്ന് പറഞ്ഞാൽ, ഞാനിതൊക്കെ എന്തിനു വേണ്ടിയാണോ എന്തോ പഠിച്ചത്, എന്തിനു വേണ്ടിയാണോ എന്തോ സൈൻ തീറ്റ കോസ് തീറ്റ ഞാൻ പഠിച്ചു, ഞാൻ പോളിനോമിയൽസ് പഠിച്ചു, ദ്വിമാന സമവാക്യത്തിൻ്റെ സാമാന്യ രൂപം പഠിച്ചു, എന്തിനാണോ എന്തോ. റേഷൻ കടയിൽ ചെന്നിട്ട് ചേട്ടാ 1 കിലോ പഞ്ചസാര, ഞാൻ ദ്വിമാന സമവാക്യം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം, എടുത്തോണ്ട് പോടാന്ന് പറയും. പൈസ വയ്ക്കണം. അല്ലാതെ ഇത് പഠിച്ചുകൊണ്ടെന്ന് ഇതറിയാവുന്നുള്ള ആളിന് മറ്റേ കോൾഗേറ്റിൻ്റെ പേസ്റ്റിൻ്റെ കൂടെ 25% എക്സ്ട്രാ കിട്ടുന്ന പോലെ ഒരു ഓഫറും ഇല്ല. പിന്നെ എന്തിനാണ് ഇത് പഠിച്ചത്? ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും പരിചയപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ് സ്കൂളിൽ. സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്കായി 2ാം ചലന നിയമം എന്ന് വിളിക്കും. അതിന് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുക: ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദിസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. ഇതാണ് നിയമം. മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിൻ്റെ നിരക്ക് അതിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ബാഹ്യബലത്തിന് നേരനുപാതത്തിലും ആക്കവ്യത്യാസം സംഭവിക്കുന്നത് ആ ബലത്തിൻ്റെ ദിശയിലുമായിരിക്കും എന്നാണ്. ഇത് മലയാളം മീഡിയത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടിയാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ കടുകിട വ്യത്യാസം ഇല്ലാതെ ഇങ്ങനെ ഉരുവിട്ട് കേൾപ്പിക്കും. ഓക്കെ, ടീച്ചർ ഹാപ്പി, കുട്ടി ഹാപ്പി. ഇക്വേഷനുണ്ട് F=ma. എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണെങ്കിൽ എം എന്ന് പറയുന്നതിൻ്റെ മാസ്, എ അതിൻ്റെ ആക്സിലറേഷൻ. ആക്സിലറേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രോബ്ലം ഇട്ട് കൊടുക്കുകയാണ്: മോനെ, 30 കിലോ ഭാരമുള്ള ഒരു വസ്തുവിൽ 60 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിന് എത്ര ആക്സിലറേഷൻ ഉണ്ടാവും? കുട്ടി നോക്കുമ്പോൾ F=60 ന്യൂട്ടൺ, M=30 കിലോഗ്രാം, എ എന്ന് പറഞ്ഞാൽ F/m. സിമ്പിൾ ഇക്വേഷനാണ്. 2 m/s². ഇതുവരെ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇതെന്താണ്? ഇത് ക്ലാസ് റൂമാണ്. ആൻഡ് വെൻ ദിസ് ലോ ലീവ്സ് ദ ക്ലാസ് റൂം, 30 കിലോ ഭാരമുള്ള ഒരു പട്ടി, നടന്നു വരുന്ന ഒരു പയ്യൻ, ഒരു 60 ന്യൂട്ടൺ ഫോഴ്സ് ഈ പട്ടിയുടെ മേഘത്തോട്ട് പ്രയോഗിക്കുകയാണ്. ഈ പട്ടിയുടെ ആക്സിലറേഷൻ എത്രയായിരിക്കും? ഇക്വേഷൻ സേസ് 2 m/s². എന്ന് വെച്ചാൽ ആ പട്ടി ഒരു സെക്കൻഡിൽ 2 m/s വെലോസിറ്റി മാറുന്ന നിരക്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ പോകണം. നിങ്ങളിത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? അത് 2 m/s² ആയിരിക്കുമെന്നോ സ്ട്രെയിറ്റ് ലൈനിൽ പോകുമെന്നോ പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് കാണണം. വേറെ ആരും, കോൺഫിഡൻസ് ആണ്, ആരും കാണാൻ വരില്ല. ദിസ് ഈസ് വെൽ നോൺ. പ്രശ്നം ഇതാണ്. എന്താണ് ആ പ്രശ്നം? ഈ 2 സിറ്റുവേഷനും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്. ഈ പൊരുത്തക്കേടിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ ന്യൂട്ടൺസ് ലോ തെറ്റാവാം, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ പട്ടിയെ ചവിട്ടുന്ന കാര്യത്തിൽ ആപ്ലിക്കബിൾ ആയിരിക്കില്ല. നമ്മൾ ഈ മറ്റേ 30% വിലക്കുറവ് സ്റ്റാർ കണ്ടീഷൻസ് അപ്ലൈ. ന്യൂട്ടൺസ് ലോ പഠിച്ചതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും സ്റ്റാർ ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ പട്ടിയെ തൊഴിക്കുന്ന കാര്യത്തിലോ അങ്ങനെ എക്സെപ്ഷൻസ് ഒന്നും പറയുന്നുമില്ല. എന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇതിൽ ഒരു പരാതിയുമില്ല. ഇതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. ഇതാണ് നമ്മുടെ ടീച്ചേഴ്സിനെ സംരക്ഷിക്കുന്ന പ്രശ്നം. ഇത് ഈ കുട്ടി ചോദിച്ചാൽ പെട്ട്. പക്ഷേ നമ്മളത് കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ ചിന്തിക്കാനുള്ളതല്ല. ഇത് എഴുതുക, ഇത് വായിക്കുക, അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാതെ ഇങ്ങനെ എഴുതാൻ പറ്റാത്ത എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് പിറ്റേന്ന് പത്രത്തിൽ എഴുതാം. എന്താണ്? നമ്മുടെ കുട്ടികളെ വലച്ച് ഫിസിക്സ് എക്സാം. ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആൾ കുട്ടിയെ വലച്ചു. ആരുടെ തെറ്റ്? നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാർത്ത കുട്ടികളെ വലച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയയാണ്. വലയ്ക്കുക, അവനൊരു കർത്താവുണ്ട്. ആരാണ്? ക്വസ്റ്റ്യൻ ഇട്ട ആൾ. ആ കർമ്മം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വലയ്ക്കുക എന്ന് പറഞ്ഞാൽ ശിവ പാപം. അപ്പോൾ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. തെറ്റ് ചെയ്ത ആളാരാണ്? ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആൾ. അയാൾ ചെയ്ത തെറ്റെന്താണ്? കൊച്ചിൻ്റെ അടുത്ത് ഈ പ്രിപ്പയർ ചെയ്ത ആൻസറിന് പകരം ചിന്തിച്ചെഴുതാവുന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. പാടില്ല. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം. ഇതാണ് നമുക്ക് കിട്ടുന്ന പാഠം. അപ്പോൾ ഇവിടുത്തെ ഈ ചോദ്യത്തിൻ്റെ ഈ പ്രോബ്ലത്തിലേക്ക് ഒന്നും വരാം. ഇത് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫിസിക്സ് അല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ് മുറിയിൽ പഠിക്കുന്നതും റിയൽ ലൈഫിൽ നടക്കുന്നതും തമ്മിൽ ഒരു ക്ലിയർ മിസ്മാച്ചുണ്ട്. പക്ഷേ ക്ലാസ് മുറിയിൽ പഠിക്കുന്നതിന് പുറം ലോകത്ത് നടക്കുന്നതായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നമ്മൾ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നാത്തത്.
ഇങ്ങനെയാണ് നമ്മൾ സയൻസ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായാലല്ലേ അത്ഭുതം. ആണോ അല്ല? സയൻറ്റിഫിക് ടെമ്പർ ഇല്ല എന്ന് പറയുന്നതിനകത്ത് അത്ഭുതമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാകാവുന്ന വികാരം വിഷമമാണ്. ഒരുപാട് പേര് അത്ഭുതത്തോടെ ചോദിക്കാറുണ്ട്, ഇത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ട് നമ്മുടെ ആളുകൾ എന്തുകൊണ്ടാണ് അന്ധവിശ്വാസികളെന്ന്. അതിനകത്ത് ഒരു അത്ഭുതവും ഇല്ല. അത്ഭുതം ഇല്ലാതാകുന്നത് അന്ധവിശ്വാസം വർക്ക് ചെയ്യുന്നത് റിയൽ ലൈഫിലാണ്, സയൻസ് പഠിക്കുന്നത് ക്ലാസ്സിലാണ്. ഇത് തമ്മിൽ ഒരു ബന്ധമില്ല. ആ ക്ലാസ് റൂമിൽ നടക്കുന്നതെല്ലാം ആർട്ടിഫിഷ്യലാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒരേ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്? അല്ല. പക്ഷെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഒരേ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇതൊരു സ്വാഭാവിക ഓഡിയൻസാണ്. അത് നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുന്ന ഓഡിയൻസാണ്. അത് ആർട്ടിഫിഷ്യലാണ്. ടീച്ചർ പഠിപ്പിക്കുന്നത് കുട്ടിക്ക് അപ്പം ഗുണമുള്ള ഒരു കാര്യമല്ല. 1ാം ക്ലാസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അക്ഷരം എഴുതാൻ പഠിപ്പിക്കും. അത് നാളെയാണ് ഗുണം ചെയ്യാൻ പോകുന്നത്. ഈ അക്ഷരം എഴുതി കാണിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഒരു ഗുണം അപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ കുട്ടിയെ കൺവിൻസ് ചെയ്തിട്ടില്ല നമ്മൾ ഇതുകൊണ്ട് ഗുണമുണ്ടെന്ന്. പക്ഷേ ഒരു പൂച്ച എലിയെ പിടിക്കാൻ പഠിക്കുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത്. അതിന് അപ്പം തന്നെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനുണ്ട്. നമ്മൾ പഠിക്കുന്നതൊന്നും അങ്ങനെയല്ല. നമ്മൾ പഠിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഏണിങ്ങിനുള്ള ചില ചടങ്ങുകൾ തീർക്കുന്നത്. നമ്മളെ വാക്ക് തന്നെ അതാണ്, ചടങ്ങാണ്. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാടിയാലും കുഴപ്പമില്ല, ചടങ്ങ് ചെയ്താൽ മതി. സോ നമുക്ക് അതിനൊരു കോൺട്രാസ്റ്റ് വരയ്ക്കണം, ക്ലാസ് റൂം വേഴ്സസ് റിയൽ ലൈഫ്. ഒന്ന് ഒരുപാട് രീതിയിൽ ഇത് പറയാം. ഒന്ന് അതിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷൻ ആസ്പെക്റ്റും പിന്നെ കോംപ്ലക്സിറ്റി. ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത് ഐഡിയകളാണ്. ബലവും ആക്സലറേഷനും നമ്മളെ ബന്ധമാണ് ന്യൂട്ടൺസ് ലോ വെച്ച് പഠിപ്പിക്കുന്നത്. അതിൽ മാത്രം പഠിച്ചാൽ കാര്യമില്ല. കാരണം റിയൽ ലൈഫിൽ ബലം മാത്രമായിട്ടും ആക്സലറേഷൻ മാത്രമായിട്ടും കിട്ടില്ല. അതിന് ഐസൊലേറ്റ് ചെയ്ത് കിട്ടത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. ഇതെല്ലാം വേറെ വേറെ പഠിച്ചിട്ട് സിറ്റുവേഷൻ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്യുക. അങ്ങനെ അല്ല, നമ്മളെല്ലായിടത്തും അതാ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷെർലക് ഹോംസിൻ്റെ നോവലും ഷേക്സ്പിയറിൻ്റെ 1 ആക്ട് പ്ലേയും എല്ലാം ഒരേ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് വെച്ചാണ് എഴുതുന്നത്. ആകെ 26 അക്ഷരം മതി ഇത് എഴുതാൻ. പക്ഷേ ഇത് രണ്ടും തമ്മിലൊരു ബന്ധമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അക്ഷരങ്ങൾ ആദ്യം പഠിപ്പിക്കുന്നത്, പിന്നെ വാക്കുകൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കും, പിന്നെ വാക്കുകൾ കമ്പൈൻ ചെയ്യാനുള്ള റൂൾസ് പഠിപ്പിക്കും. ഇത് വെച്ചാൽ ഈ വാക്കുകൾ കമ്പൈൻ ചെയ്ത് നമുക്ക് മനസ്സിലുള്ള എന്ത് ഐഡിയയും എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? എനിക്ക് ചായ വേണം എന്ന് പറയുന്നത് എങ്ങനെ എന്ന് ഒരു രീതി പഠിക്കണം. എനിക്ക് പച്ചവെള്ളം വേണമെന്ന് പറയുന്നത് എങ്ങനെ എന്ന് വേറെ പഠിക്കണം. ഇങ്ങനെ എല്ലാം പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിക്കാൻ പറ്റില്ല. പകരം നമ്മൾ വാക്കുകൾ വേറെ വേറെയാണെന്നും വാക്കുകളെ കമ്പൈൻ ചെയ്യുന്നതിന് റൂൾ ഉണ്ടെന്നും പഠിക്കുന്നു. സയൻസും ഫിസിക്സ് കെമിസ്ട്രി ആയാലും ഏത് സയൻസ് ആയാലും ക്ലാസ് റൂമിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസാണ് പഠിപ്പിക്കുന്നത്. റിയൽ ലൈഫിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരും. ഈ പ്രിൻസിപ്പിൾസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി പ്രയോഗിക്കാനുള്ള കഴിവ് വിദ്യാർത്ഥിക്ക് വരുമെന്നാണ് സങ്കല്പം. അത് വരാത്തതിൻ്റെ കാരണം പ്രിൻസിപ്പിൾസിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിക്കാതിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് പഠിച്ചതുകൊണ്ടൊരു പ്രയോജനമില്ല എന്ന് ആൾക്കാർ വിലപിക്കുന്നത്. ഇനി അതിനകത്ത് ഈ ഐഡിയലൈസേഷൻ ഉണ്ട്. ഐഡിയ നമ്മൾ പറഞ്ഞ പോലെ അത് അടുത്തൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പിന്നെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നതെല്ലാം വെൽ ഡിഫൈൻഡ് കാര്യങ്ങളാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിലൊരു കാര്യം എത്തണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സയൻസിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് എത്തുക. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അതിനകത്ത് തർക്കത്തിന് വകുപ്പില്ല. പക്ഷേ റിയൽ ലൈഫിലുള്ള സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ റിസർച്ച് നടക്കുന്നത് എങ്ങനെയാണ്? അത് ഇന്ന് റിസർച്ച് നടത്തി നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം ടെക്സ്റ്റ് ബുക്കിൽ എത്താൻ ഇനി ഒരുപാട് സമയം എടുക്കും. ചിലപ്പം സ്കൂൾ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എത്തിയില്ല എന്ന് തന്നെ വരും. അതൊരു ഓപ്പൺ എൻഡഡ് എൻക്വയറിയാണ്. ഒരാൾ ന്യൂട്ടൺസ് ലോ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞല്ല ന്യൂട്ടൺ റിസർച്ച് ചെയ്തത്. ഇന്ന് ചിലപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷെ അങ്ങനല്ല. അദ്ദേഹം പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള അന്വേഷണത്തിൽ കണ്ടുപിടിച്ച കാര്യങ്ങളാണ് പല പേരിൽ ഇന്ന് വിളിക്കുന്നത്. ലോസ് ഓഫ് മോഷൻ എന്നോ ഇക്വേഷൻ ഓഫ് മോഷൻ എന്നോ ഒക്കെ വിളിക്കുന്നത്. പക്ഷേ അതൊരു ഓപ്പൺ എൻഡഡ് എൻക്വയറിയുടെ റിസൾട്ടാണ്. ഇന്ന കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോയി ബേസിക് സയൻസ് ഒന്നും അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു കമ്പനി, ഒരു ഇൻഡസ്ട്രി റിസർച്ച് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ പർപ്പസിനായിരിക്കും. ഇപ്പോൾ ഒരു TV ഉണ്ടാക്കുന്ന കമ്പനി കുറച്ചുകൂടി നല്ല റെസൊല്യൂഷനുള്ള ഒരു സ്ക്രീൻ എങ്ങനെ ഉണ്ടാക്കാം, അതൊരു ഗോൾ ഓറിയൻറ്റഡ് റിസർച്ചാണ്. പക്ഷേ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു ഗോളല്ല പ്രയോഗിക്കുന്നത്. ഇതെന്താണ് എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾക്ക് പിന്നെ പേര് വരും. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നോ ക്വാണ്ടം മെക്കാനിക്സ് എന്നോ ഒക്കെയുള്ള പേരുകൾ വരുന്നതാണ്. പക്ഷേ അന്വേഷണം ഓപ്പൺ എൻഡഡ് ആയിരുന്നു. പിന്നെ ഈ ലീനിയർ വേഴ്സസ് നോൺ ലീനിയർ പ്രോഗ്രഷൻ, അത് സയൻസ് മനുഷ്യൻ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അത് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഓർഡറിലല്ല നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതും നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതൊരു സാമ്പിൾ, സാധാരണ ഒരു ഫിസിക്സ് ക്ലാസ്സിൽ കാണാവുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ച ആ പട്ടിയെ ചവിട്ടുന്ന കേസിൽ എനിക്ക് പട്ടികളുടെ അടുത്ത് പ്രത്യേകിച്ച് ശത്രുതയൊന്നുമില്ല. അതൊരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ മാത്രമാണ്. ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കത്തില്ലേ, ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഒരു മൃഗത്തിനും ദോഷം ചെയ്തില്ല, അതുപോലെ ഈ ടോക്കിനിടെ ഒരു മൃഗത്തിനും ദോഷം ചെയ്യാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊരു ഉദാഹരണം മാത്രമാണ്.
ആ ഉദാഹരണത്തിൻ്റെ ഉത്തരം നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല, എന്തുകൊണ്ടാണ് മിസ്മാച്ച് വരുന്നത്. ഇവിടെ അതുപോലൊരു ഉദാഹരണം എടുത്ത് ആ മിസ്മാച്ച് ഒന്ന് വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതൊരു പ്രാക്ടീസ് പ്രോബ്ലം, PP എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു സ്കൂൾ പ്രോബ്ലമാണ്. ഫുട്ബോൾ ഈസ് കിക്ക്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degrees വിത്ത് ആൻ ഇനീഷ്യൽ സ്പീഡ് ഓഫ് 20 meter/second. കാൽക്കുലേറ്റ് ദ മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, ദ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ദ റേഞ്ച് ഓഫ് ഫുട്ബോൾ. ഇതൊരു ടിപ്പിക്കൽ +1 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിലെ. ഒരു ഫുട്ബോളിനെ 45 ഡിഗ്രി ആംഗിളിൽ 20 meter/second ഇനിഷ്യൽ വെലോസിറ്റിയിൽ കിക്ക് ചെയ്താൽ അത് എത്ര ഹൈറ്റ് വരെ വരും, അത് എത്ര ദൂരെ വരെ പോകും, എത്ര നേരം അത് എയറിൽ നിൽക്കും. ഇതാണ്, ഈ 3 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പുല്ല് പോലെ ഒരു ഇക്വേഷൻ വെച്ച് കുട്ടി കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതിൽ പരിഗണിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. എയർ റെസിസ്റ്റൻസ്, അതായത് ഫുട്ബോൾ കടന്നു പോകുന്നത് എയറിൽ കൂടെയാണ്. അപ്പോൾ എയർ അതിനെ റെസിസ്റ്റ് ചെയ്യും. നമ്മൾ ബസ്സിൻ്റെ സൈഡിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പം നമ്മുടെ മുഖത്ത് അനുഭവപ്പെടുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് ഫുട്ബോളിനും ഫീൽ ചെയ്യും. അത് നമ്മൾ ആലോചിക്കണം, നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ മുഖത്ത് നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ബൈക്കിൻ്റെ മൈലേജ് കുറയുന്നുണ്ട്. കാരണം ഈ എയർ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ കൂടെ എനർജി സ്പെൻഡ് ചെയ്യും, അത് മൈലേജിൽ കുറയും. വണ്ടിയിൽ നിന്ന് നന്നായിട്ട് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ, ഹോണിന് വെളിയിൽ നിന്നും വേറെ ഒരുപാട് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതും സൗണ്ട് എനർജിയാണ്. അതെല്ലാം ഈ ഫ്യൂവൽ സോഴ്സിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പോൾ എല്ലാം എനർജി ലോസാണ്. അപ്പോൾ ഈ റെയിൻ കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പറപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം, പാരഷൂട്ട് കൊണ്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത്, മൈലേജ് കുറയുന്നുണ്ട് ചെറുതായിട്ടാണെങ്കിൽ പോലും. അപ്പോൾ എയർ റെസിസ്റ്റൻസ് ആൻഡ് ഡ്രാഗ്. പിന്നെ കാറ്റ്, ഈ പോകുന്ന എയറിൽ കാറ്റുണ്ടെങ്കിൽ പിന്നെയും എഫക്റ്റ് ചെയ്യും. അതിനെ ടെയിൽ വിൻഡ്, ഹെഡ് വിൻഡ്, ക്രോസ് വിൻഡ് എന്നൊക്കെ വിളിക്കും ഏവിയേഷൻ്റെ ഭാഷയിൽ. ഒരു വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ അവർ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ വിൻഡ് സ്പീഡ് എങ്ങോട്ടാണ്, ക്രോസ് വിൻഡ് ഉണ്ടോ, ടെയിൽ വിൻഡ് ഉണ്ടോ, അതിനനുസരിച്ചിട്ട് ഈ കണക്കൂട്ടിൽ മാറും. ഓക്കെ, ഇനി സ്പിൻ ആൻഡ് ഫുട്ബോൾ ഇങ്ങനെ നേരെ പോകുന്നതിന് പകരം കറങ്ങിക്കൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ കറക്കം കാരണം അതിനൊരു ഫോഴ്സ് ഉണ്ട്, മാഗ്നസ് ഇഫക്റ്റ് എന്ന് വിളിക്കും. ഈ ബെക്കംസ് കിക്ക് എന്നറിയപ്പെടുന്ന ഈ ചില ഫുട്ബോൾ പ്ലെയേഴ്സ് കളിക്കുമ്പോൾ ഫുട്ബോൾ ഇങ്ങനെ വളഞ്ഞ് നിന്ന് ഗോൾ പോസ്റ്റിൽ കയറുന്നത്, ഈ വളവ് മാഗ്നസ് ഇഫക്റ്റാണ്. എയർ പ്രഷർ, നിങ്ങൾ കളിക്കുന്ന സ്ഥലത്ത് എത്ര പ്രഷറുണ്ട്, ടെമ്പറേച്ചർ എത്ര, ഹോട്ട് എയർ ആണോ, കോൾഡ് എയർ ആണോ, ഹ്യൂമിഡ് എയർ ആണോ, ഇതിനനുസരിച്ചിട്ട് ഫുട്ബോളിൻ്റെ മൂവ്മെൻറ്റ് മാറും. ഇനി ഫുട്ബോളിൻ്റെ ഷേപ്പ്, നമ്മൾ ഐഡിയൽ സ്ഫെറിക്കൽ ഷേപ്പ് വെച്ചാണ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചവിട്ടുമ്പോൾ ഫുട്ബോൾ ചളുങ്ങും, ചളുങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ കാല് ചളുങ്ങും. ഫുട്ബോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ സ്ഫെറിക്കൽ ഷേപ്പ് മാറും, അത് അതിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസിനെ ബാധിക്കും. ആ ഫുട്ബോൾ ഉണ്ടാക്കിക്കുന്ന മെറ്റീരിയൽ എന്തോ വെച്ചാണ്, നമ്മൾ മറ്റേ കണ്ടത്തിൽ കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ റബ്ബർ പ്ലാസ്റ്റിക്കൊക്കെ ചുറ്റി ബോൾ ഉണ്ടാക്കി കളിക്കും, അതുപോലെയല്ല മറ്റേ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുന്നത്. ഇനി ഗ്രൗണ്ട് സർഫസ് എത്രത്തോളം ലെവലുള്ളതാണ്, നമ്മൾ ചവിട്ടുമ്പം അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന കല്ല് എങ്ങോട്ടാണ് ഇരിക്കുന്നത്, ഇതൊക്കെ അനുസരിച്ചിട്ട്. പക്ഷേ നമ്മുടെ സ്കൂളിൽ പ്രോബ്ലം ചെയ്യുന്ന കുട്ടിക്ക് ഫുട്ബോൾ ഇങ്ങനെയുള്ള വാക്കുകൾ പരിചയമുണ്ടെന്നേ ഉള്ളൂ, ഇതൊന്നും ആക്ച്വൽ ഫുട്ബോൾ അല്ലാന്ന് കുട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. ആക്ച്വൽ ഫുട്ബോൾ ഇങ്ങനെയൊന്നും വർക്ക് ചെയ്യത്തില്ല എന്നും അറിയാം, അതുകൊണ്ടാണ് പരിഗണിക്കാത്തത്. പക്ഷേ ഇതെല്ലാം പരിഗണിച്ചാലേ നിങ്ങൾക്ക് ആക്ച്വൽ ഫിസിക്സ് വെച്ച് ഈ ഫുട്ബോളിൻ്റെ മൂവ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളൊരു റോക്കറ്റ് പുറത്തേക്ക് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളൊന്നും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സാധനം എല്ലാം ശരിക്കും അവിടെ ഉണ്ട്. നമ്മൾ ചൊവ്വയിലേക്ക് അയക്കുന്ന റോക്കറ്റ് ചൊവ്വയിൽ സ്പേസ് ക്രാഫ്റ്റ് ചൊവ്വയിൽ എത്തുന്നോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം എല്ലാം പരിഗണിക്കണം. ഭൂമിക്ക് ഗ്രാവിറ്റി ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ഭൂമിയുടെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് ഗ്രാവിറ്റി മാറുമെന്നും അത് പർവ്വതം എവിടെയാണെന്നുള്ളതും കടൽ എവിടെയാണെന്നുള്ളതനുസരിച്ച് മാറുമെന്നും ഒക്കെ അറിഞ്ഞ് ഗ്രാവിറ്റിയെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൈകാര്യം ചെയ്താലേ സ്പേസ് ലോഞ്ച് നടക്കൂ. അതുകൊണ്ട് തന്നെ ഈ റോക്കറ്റ് സയൻസിനൊരു ചീത്തപ്പേരുണ്ട്, ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ് എന്ന് പറയുന്നതാണ്. ഇങ്ങനെ 100,000 കാര്യങ്ങൾ പരിഗണിക്കണം. തിയറി ഭയങ്കര സിമ്പിളാണ്, പക്ഷേ റോക്കറ്റ് ലോഞ്ചിനൊരു സയൻസ്, മിസൈൽ അയക്കാൻ വേറൊരു സയൻസ്, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് സ്കൂളിൽ പഠിപ്പിക്കുക. ഇതെല്ലാം പല സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ട്. എയർ റെസിസ്റ്റൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്, വിസ്കസ് ഫോഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്, സ്റ്റോക്സ് ലോ എന്നൊക്കെ പറഞ്ഞ് വേറെ ചാപ്റ്ററിലായിരിക്കും. നമ്മുടെ കരിക്കുലത്തിൻ്റെ സ്വഭാവം വെച്ച് വേറെ ടീച്ചറായിരിക്കും പഠിപ്പിക്കുന്നത്. അതൊക്കെ പ്രാക്ടിക്കൽ സൈഡ് സാധനമൊന്നും. ഇതിൽ ഈ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യം, കുട്ടികൾ ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും എടുത്ത് വായിക്കില്ല. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് യൂണിറ്റ് മുതൽ ലാസ്റ്റ് യൂണിറ്റ് വരെ ഒരു ക്രമത്തിലാണ് വച്ചേക്കുന്നത്. അതിനൊരു ക്രമമുണ്ട്, അത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് നോക്കില്ല, കാരണം 3 ടീച്ചേഴ്സ് ആയിരിക്കും ഫിസിക്സ് പഠിപ്പിക്കുന്നത്. 1ാമത്തെ ചാപ്റ്റർ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോഴത്തേക്കും 8ാമത്തെ ചാപ്റ്റർ വേറൊരു ടീച്ചർ തുടങ്ങും. അത് നമുക്ക് വേറെ ഒന്നും രീതിയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കണം, ആദ്യം പഠിച്ചേക്കുന്ന ചാപ്റ്റർ ഏത്, 2ാമത് പഠിച്ചേക്കുന്ന ചാപ്റ്റർ ഏത്, ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്. നേരെ ചൊവ്വേ ആലോചിച്ച് എഴുതിയ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ കണക്ഷനുണ്ട്, പക്ഷേ അതിൻ്റെ കണ്ടൻസ് പേജെങ്കിലും നോക്കണം, എന്നാലേ ഓർഡർ അറിയാൻ പറ്റൂ. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്കങ്ങനെ ഓർഡർ അറിയേണ്ട കാര്യമില്ല. പരീക്ഷയ്ക്ക് ഓർഡർ ചോദിക്കത്തുമില്ല. പിന്നെ +1 ഫിസിക്സ്, ഞാൻ ഫിസിക്സ് ആയതുകൊണ്ടാണ് അത് ഉദാഹരണമായിട്ട് എടുക്കുന്നത്, ബാക്കി വിഷയങ്ങൾ കാണും. +1 ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, നേച്ചർ ഓഫ് ഫിസിക്കൽ വേൾഡ് എന്നാണ് എൻ്റെ പേര്. അത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാത്തതുകൊണ്ട് അതാരും വായിക്കത്തില്ല.
ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് പിള്ളേരുടെ ചോദിക്കും +1 ഫിസിക്സിൽ ആദ്യം പഠിച്ച ചാപ്റ്റർ പിള്ളേർ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പ് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാം. അതിന് ക്വസ്റ്റ്യൻ വരാത്തതുകൊണ്ട് പഠിച്ചിട്ടില്ല. അതിലെന്താ പറഞ്ഞറിയാമോ, മുമ്പോട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന്, എന്തിനാണിത് അതാണ് ഫസ്റ്റ് യൂണിറ്റ് പഠിക്കുന്നത്. അത് നമ്മൾ തൊട്ടിട്ടില്ല. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഈ ബോക്സസ് ഉണ്ട്, കളർഫുൾ ബോക്സ്. അതിലെഴുതിക്കുന്നു പറഞ്ഞാൽ ഈ പൊതുവെ സബ്ജക്റ്റ് ഡ്രൈ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ട്രിവിയൽ ഇൻഫർമേഷനാണ്, രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതും വായിക്കത്തില്ല. അത് ആ ടെക്സ്റ്റ് ബുക്കിൽ രസകരമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും തൊട്ടിട്ടില്ല. എന്നിട്ട് പറയും ഫിസിക്സ് ഭയങ്കര ബോറാന്ന് പറയും. അല്ല, അധിക വായന, അധിക പ്രസംഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അധിക വായനയാണ്, നോക്കരുത്. ഇത് ഈ +1 ടെക്സ്റ്റിലുള്ള ചില തമാശകളൊക്കെ ഞാനിങ്ങനെ ചില സയൻറ്റിസ്റ്റുമാരൊക്കെ ലൈഫിലുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ആൻഡ്രേ മേരി ആംബിയർ എന്ന് പറഞ്ഞ കറണ്ടിൻ്റെ യൂണിറ്റിൻ്റെ പേര് കിടക്കുന്ന നെപ്പോളിയൻ ഒരു പാർട്ടിക്ക് വിളിച്ചിട്ട് പുള്ളി മറന്നുപോയി, ആബ്സെൻറ്റ് മൈൻഡഡ് ആയിരുന്നു. ഇത് +1 ബുക്കിലുണ്ട്, കറണ്ട് പഠിക്കാൻ. പക്ഷേ ഒരു കുട്ടി ഇത് കേട്ടിട്ടില്ല. അങ്ങനെയാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ അത് ബോക്സാണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരത്തില്ല. അത് അധിക വായനയ്ക്കുള്ളതാണ്, ഉള്ളത് തന്നെ വായിച്ച് തീരുന്നില്ല. അതൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ റിയൽ വേൾഡ് ഇഷ്യൂസ് അല്ല, ഇപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന റിയൽ വേൾഡ് ഇഷ്യൂ ആണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് അക്കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടോ ഇല്ലെന്നൊക്കെ തർക്കം ഉണ്ടെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സയൻസ് തന്നെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയാം. വേറെ ഒരു രീതിയിലും നമ്മൾ പരിഹരിക്കാൻ സാധ്യതയില്ല. അതിൽ ഫിസിക്സ് ഉണ്ട്, ടെമ്പറേച്ചർ കൂടുന്നതിനെക്കുറിച്ചും ഐസ് മെൽറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും. കെമിസ്ട്രി ഉണ്ട്, മറ്റേ ഫ്ലൂറോ കാർബൺസോ, നമ്മൾ പല കെമിക്കൽസിൻ്റെയും ആക്ഷനെ കുറിച്ചും പറയും. ബയോളജി ഉണ്ട്, കാരണം എന്താ ജീവിവർഗ്ഗങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്, ബയോഡൈവേഴ്സിറ്റിക്ക് എന്താണ് സംഭവിക്കുന്നത്. ജിയോളജി ഉണ്ട്, എവിടെയൊക്കെ ഭൂമി എങ്ങനെയാണ് കിടക്കുന്നത്. ഓഷ്യനോഗ്രഫി, കടലിലെ ഓഷൻ കറൻസ് സർക്കുലേഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. മീറ്റിയറോളജി, മഴ വെയിൽ, ഇതിൽ വരുന്ന വ്യത്യാസം. ഇക്കണോമിക്സ്, ഇത് ട്രേഡ് റൂട്ടിനെ ബാധിക്കുമെന്നോ, ഇത് എത്ര രൂപ ബജറ്റിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ മാറ്റി വെക്കണോ, എക്കണോമിക്കലാണല്ലോ. പൊളിറ്റിക്സ് ഉണ്ട്, നമ്മളിപ്പം ഇനി ഈ സമയത്തേക്കാൾ നല്ലൊരു സമയമില്ല ചർച്ച ചെയ്യാൻ. ഇന്നും അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ പേപ്പർ സ്ട്രോയിന് വേണ്ട, പ്ലാസ്റ്റിക് സ്ട്രോ മതി എന്ന് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ട്രംപ് അദ്ദേഹം ഇന്ന് ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ അതിനകത്ത് പൊളിറ്റിക്സ് വരും, സോഷ്യോളജി വരും. സോഷ്യോളജി എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് വലിയ പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ പ്രശ്നമല്ല. കടൽ തീരത്ത് താമസിക്കുന്നവർക്കായിരിക്കും ആദ്യം ബാധിക്കുന്നത് സീ ലെവൽ റൈസിങ്. അപ്പോൾ അവരുടെ പ്രശ്നമായിരിക്കത്തില്ല വേറൊരു സ്ഥലത്ത് താമസിക്കുന്ന ആൾ. ഈ ഇറഗുലർ പ്രസിപ്പിറ്റേഷനോ കടുത്ത മഴയോ പെയ്യുമ്പോഴത്തേക്കും അത് ബാധിക്കാൻ പോകുന്നത് മലമ്പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. ഓക്കെ, ഇതൊന്നും ബില്യനേഴ്സിനെ ബാധിക്കാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അവർക്കത് പ്രയോറിറ്റി ആവില്ല. അപ്പോൾ അതിനകത്ത് സോഷ്യോളജി വരും. പിന്നെ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ റിന്യൂവബിൾ എനർജി റിസോഴ്സിലോട്ട് മാറണമെങ്കിൽ എഞ്ചിനീയറിംഗ് വേണ്ടേ. നമ്മൾ EV ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഉണ്ടാവണമല്ലോ, അതിന് എഞ്ചിനീയറിംഗ് വേണ്ടേ. കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാതെ ഇന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നതൊക്കെ മോഡൽസാണ്. കമ്പ്യൂട്ടർ സയൻസ് ഇല്ലെങ്കിൽ അതും ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെ മാറ്റി എടുത്തിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. എല്ലാം കൂടെ ചേർത്താണ് റിയൽ വേൾഡ് ഇഷ്യൂസ് സംസാരിക്കുന്നത്. പക്ഷേ ഇഷ്യൂ ബേസ്ഡ് അല്ല നമ്മുടെ എഡ്യൂക്കേഷൻ, പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്. അങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി നേരത്തെ പറഞ്ഞൊരു വാക്കാണ് നോൺ ലീനിയാരിറ്റി. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആശയങ്ങൾ, ഈ പഠിക്കേണ്ട ആശയങ്ങളുടെ ഒരു ലോജിക്കൽ ഓർഡറിലാണ് പഠിക്കുന്നത്. മനുഷ്യൻ കണ്ടെത്തിയത് ആ ഓർഡറിലല്ല. പല രീതിയിൽ ഇപ്പോൾ 8ാം ക്ലാസ്സിലോ മറ്റാണ് നമ്മൾ ആദ്യമായിട്ട് ആറ്റങ്ങൾക്കുള്ളിൽ ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പഠിക്കുന്നത്. ഒരു കോളേജ് സിലബസിലൊക്കെ എത്തുമ്പോഴേ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിക്കൂ. കോളേജ് വരെ ഫിസിക്സ് പഠിച്ചില്ലെങ്കിൽ എങ്ങും ഒരു പക്ഷേ റിലേറ്റിവിറ്റി പഠിച്ച് കാണത്തില്ല. റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുന്നത് 1915-ലാണ്. ന്യൂട്രോണിനെ കണ്ടുപിടിക്കുന്നത് 1932-ലാണ്. ആദ്യം പഠിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ റിലേറ്റിവിറ്റി ആദ്യം പഠിപ്പിച്ചിട്ട് ന്യൂട്രോണിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കണ്ടെത്തുന്നതിന് വേറെയും ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സയൻസിൻ്റെ ഹിസ്റ്ററി മാത്രം നോക്കിയാൽ മനുഷ്യനാണല്ലോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഹിസ്റ്ററിയും തമ്മിലും ഒരു പൊരുത്തക്കേടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1915 തിയറി ഓഫ് റിലേറ്റിവിറ്റി, സ്പെഷ്യൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുമ്പോൾ UK സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല. നമുക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നില്ല, നമുക്ക് ഇതൊക്കെ നേരത്തെ ഉള്ള കാര്യമായിട്ട് തോന്നും. കേരളത്തിൽ എന്നാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരം 1936-ലാണ്. 1926-ലാണ് ജോൺ ബേഡ് വർക്കിംഗ് ടെലിവിഷൻ കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മളിവിടെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത്. ഇതാണ് നമ്മുടെ ചരിത്രത്തിലുള്ള ചില പൊരുത്തങ്ങൾ. ഇന്നും പല കാര്യങ്ങളും ലീഗലായിട്ടില്ല, പണ്ടേ ആകുമെന്ന് നമ്മൾ വിചാരിച്ചതാണ്. അലൻ ട്യൂറിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവാണ്. 2ാം ലോക മഹായുദ്ധത്തിലെ മരണങ്ങൾ കുറയ്ക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ്. എനിഗ്മ മെഷീൻ്റെ കോഡ് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുള്ളി ഇന്നത്തെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ആദ്യ രൂപങ്ങളിലൊന്ന് പ്രയോഗിച്ച ആളാണ്. പുള്ളി ഹോമോസെക്ഷൽ ആയിരുന്നതുകൊണ്ട് കെമിക്കൽ കാസ്ട്രേഷൻ എന്ന് പറഞ്ഞ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്.
കെമിക്കൽ കാസ്ട്രേഷൻ കാരണം അദ്ദേഹത്തിന് ഡിപ്രഷൻ വന്നു, സൂയിസൈഡ് ചെയ്തു. ഓക്കെ. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ 5 കൊല്ലത്തിനിടെയാണ് UK ഗവൺമെൻറ് അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തത്. ശ്രദ്ധിക്കണം വാക്ക്, പാർഡൻ. എന്തിന്? ഹോമോസെക്ഷൽ ആയിരുന്നേന്. അന്ന് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവെന്ന് വിളിക്കുന്നൊരു ആ സ്റ്റാറ്റസിലൊരു മനുഷ്യൻ്റെ ചെറുപ്പകാലത്ത് അങ്ങേരെ തള്ളി സൂയിസൈഡിലേക്ക് കൊണ്ടുവിട്ടിട്ട് ഇപ്പോൾ നമ്മൾ മാപ്പ് കൊടുക്കുകയാണ്. വിശാല ഹൃദയനായ ആശാൻ അലൻ ട്യൂറിങ്ങിനോട് ക്ഷമിച്ചിരിക്കുന്നു. അതായത് ഈ ഒരു നോൺ ലീനിയാരിറ്റി നമ്മുടെ സാമൂഹ്യ പുരോഗതിയിലും സയൻസിൻ്റെ പ്രോഗ്രസ്സിലും കാണാൻ പറ്റും. ഇത് വെളിയിൽ നടക്കുന്ന ഓർഡറാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതായത് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, ഇപ്പോൾ വാർത്തയിൽ വരുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിസർച്ച് ആർട്ടിക്കിളായിട്ട് വരുന്നത് നാളത്തെ ബ്രേക്ക് ത്രൂ ആണെന്ന് ഇന്ന് തോന്നില്ല. നമ്മൾ ക്വാണ്ടം ഭൗതികത്തെക്കുറിച്ച് വാതോരാ സംസാരിക്കും, ഫിസിക്സിലെ വിപ്ലവം എന്ന് വിളിക്കും. ക്വാണ്ടം തിയറി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടപ്പോൾ ഒരൊറ്റ വരുത്തം മൈൻഡ് ചെയ്തില്ലത് ആരും. അതായത് ഇത് കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്കിന് തന്നെ തോന്നി ഇതൊരു തട്ടിക്കൂട്ട് തിയറിയാണ്, നാളെ ഇത് ആരെങ്കിലും വന്ന് തെറ്റാണെന്ന് തെളിയിക്കും, അതുവരെ തൽക്കാലം ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പുള്ളി 1900-ലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. 1905-ലെത്തിയപ്പം വേറൊരു പ്രശ്നം പരിഹരിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാതെ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ ക്വാണ്ടം തിയറി എടുത്ത് പ്രയോഗിച്ചപ്പോൾ വർക്ക് ചെയ്തു. അപ്പോൾ ശരിക്കും മാക്സ് പ്ലാങ്ക് മറ്റേ നമ്മുടെ കണ്ണൻ സ്രാങ്കിൻ്റെ അവസ്ഥയിലാണ്, എനിക്ക് വട്ടായതാണോ അതോ അല്ലെങ്കിൽ പുള്ളി ഇതാരെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കുന്ന വെച്ച് വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നു എന്ന് വേറൊരാൾ തെളിയിച്ചിരിക്കുന്നു. അതിന് ആ പുള്ളിക്ക് നോബൽ പ്രൈസ് കൊടുത്തത് ആൽബർട്ട് ഐൻസ്റ്റൈനാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തതിന് പുള്ളിക്ക് നോബൽ പ്രൈസ് കൊടുത്തു. തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ല, തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒരുമിച്ച് ഒരേ വർഷമാണ് പുള്ളി കണ്ടുപിടിക്കും. തിയറി ഓഫ് റിലേറ്റിവിറ്റി ആ തിയറി ഓഫ് റിലേറ്റിവിറ്റി അന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരു കണ്ടുപിടുത്തം വരുമ്പോൾ ഒന്നും അത് ബ്രേക്ക് ത്രൂ ആവില്ല, ആകണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അത് പിന്നെ പതിയെ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ക്ലാസ് റൂമിൽ ഇങ്ങനെയല്ല പഠിപ്പിക്കുക. ക്ലാസ് റൂമിൽ ഇതാണ്ട് ഇത് അടുത്ത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്ലാസിക്കൽ ഫിസിക്സ്, അതുവരെയുള്ള ഫിസിക്സിലെ പല കാര്യങ്ങൾക്കും ഉത്തരമില്ലാതിരുന്നത് കൊണ്ടാണ് ക്വാണ്ടം ഫിസിക്സ് കണ്ടെത്തിയത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു ടീച്ചർ പറഞ്ഞു, ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, നമുക്ക് നേരിട്ട് ക്വാണ്ടം ഫിസിക്സ് പഠിക്കാം. അപ്പോൾ അതോടുകൂടി എന്തിനാണെന്നുള്ള ചോദ്യം ഇനിയില്ല, ചോദിക്കത്തുമില്ല കുട്ടി. ടീച്ചറും അതങ്ങനെയാണ് കാണുന്നത്. ഓക്കെ. ഈ നോൺ ലീനിയാരിറ്റി ഒരു പ്രശ്നമാണ്. പിന്നെ വാക്കെന്ന് പറഞ്ഞാൽ സയൻസിലേക്ക് വരുമ്പോൾ പ്രിസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വാക്ക് ഒരർത്ഥത്തിലേ ഉപയോഗിക്കാവൂ. കോമൺ ലാംഗ്വേജ് അങ്ങനെ അല്ല. കോമൺ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്ന ടോണൊക്കെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ കൊള്ളാം എന്ന് പറയുന്നതും കൊള്ളാം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരേ വാക്കാണ് പറയുന്നത്. അങ്ങനെ സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. യു നീഡ് പ്രിസിഷൻ. അതുകൊണ്ട് സാധാരണ ഒരു ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പോരാ, കൂടുതൽ വാക്കുകൾ ഉണ്ടെങ്കിലേ. അതുകൊണ്ടാണ് പോളിസൈത്തീമിയ റുബ്രാവേര എന്നൊരു അസുഖത്തിന് പേര് വരുന്നത്. പറയുമ്പം ബ്ലഡ് ക്യാൻസർ, പക്ഷെ ബ്ലഡ് ക്യാൻസർ ഇഷ്ടംപോലെ ഉണ്ട്. ബ്ലഡിൽ തന്നെ അത് വൈറ്റ് ബ്ലഡ് സെല്ലാണോ റെഡ് ബ്ലഡ് സെല്ലാണോ എവിടെയാണ് ക്യാൻസറസ് ആയിട്ട് പെരുമാറുന്നത്, അത് ലിംഫോമയാണോ കാർസിനോമയാണോ, ഇതൊക്കെ അനുസരിച്ച് മാറും. അത് തന്നെ ഏത് ടൈപ്പാണ് എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് പേര് മാറും. ഈ വാക്ക് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മിന്നാരം എന്ന് പറയുന്ന സിനിമയിൽ ലാലു അലക്സിൻ്റെ ക്യാരക്ടർ പറയുന്ന ഈ ഡയലോഗ് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകളെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രോൾ ഇമേജാണ്. അതായത് പോളിസൈത്തീമിയ റുബ്രവേര എന്നാണ് ഈ അസുഖത്തിൻ്റെ മെഡിക്കൽ നെയിം. ഇത് സാധാരണക്കാരൻ അറിയേണ്ട കാര്യമില്ല, ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ചികിത്സിക്കുന്ന ഡോക്ടർ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഇതെവിടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ ഭയങ്കര പ്രിസിഷൻ ആവശ്യമാണ്. ക്ലാസ് റൂമിലേക്ക് ഫിസിക്സ് സയൻസ് പഠിക്കാൻ വരുമ്പോൾ, ഫിസിക്സ് എന്നല്ല ഏത് വിഷയം പഠിക്കാൻ വരുമ്പോഴുള്ള പ്രശ്നം, വാക്ക് നമുക്കറിയാമായിരിക്കും, പക്ഷേ സയൻസിൽ ഉപയോഗിക്കുന്ന അർത്ഥം അതല്ലായിരിക്കും. ഇത് പൊതുവിൽ ടീച്ചേഴ്സ് എടുത്ത് പറയത്തില്ല. വർക്ക്, ഫിസിക്സ് ക്ലാസ്സിൽ വർക്ക് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും, വർക്ക് ഡൺ. നമുക്ക് വർക്ക് എന്ന് പറഞ്ഞ വാക്ക് അറിയാം. ഇത് ആദ്യമായിട്ട് ഫിസിക്സ് പഠിക്കാൻ വരുന്ന കുട്ടിക്ക് വർക്ക് എന്നുള്ള വാക്ക് നല്ലതുപോലെ അറിയാം. കാരണം വീട്ടിൽ തേങ്ങ ഇടുക എന്ന് പറഞ്ഞ വർക്ക് ചെയ്ത ആളിന് അച്ഛൻ പൈസ കൊടുക്കുന്നത് കുട്ടി കണ്ടിട്ടുണ്ട്. വർക്കിന് പൈസ കൊടുക്കുന്നുണ്ട്, പെയിൻറ്റ് വർക്കിന് പൈസ കൊടുത്തിട്ടുണ്ട്, എല്ലാ വർക്കിനും പൈസ കൊടുത്തിട്ടുണ്ട്, ചുമടെടുക്കുന്ന വർക്കിനും പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫിസിക്സിൻ്റെ കണക്കിൽ ചുമടെടുത്തുകൊണ്ട് ഇവിടുന്ന് അവിടെ കൊണ്ടുവച്ചാൽ വർക്ക് ചെയ്തിട്ടില്ല. കാരണം അത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഒരു ഫോഴ്സ് ഉപയോഗിച്ച് നമ്മളൊരു വസ്തുവിനെ നീക്കിയാൽ ആ ഫോഴ്സിൻ്റെ ദിശയിൽ അത് എത്രത്തോളം നീങ്ങി, അതിനാണ് വർക്ക്. അപ്പോൾ ചുമടെടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബലം മുകളിലോട്ടാണ്, ചുമട് നീങ്ങുന്നത് അങ്ങോട്ടാണ്. ബലം പ്രയോഗിച്ച ദിശയിലേക്ക് വെയിറ്റ് നീങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വർക്ക് ചെയ്തിട്ടില്ല. ശമ്പളം തരില്ലെന്ന് പറഞ്ഞാൽ വിവരം അറിയും. കൂലി തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഫിസിക്സ് പ്രകാരം വർക്ക് ഡൺ 0 ആണ്. പക്ഷേ റിയൽ ലൈഫിൽ അവിടെ വർക്ക് ചെയ്യപ്പെടുന്നു. വ്യത്യാസമുണ്ട്. പിന്നെ ഞാനൊരു നല്ല മതിൽ ചെന്ന് തള്ളിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇല്ല, അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വായിൽ നിന്ന് പത വരും, പക്ഷേ എനർജി സ്പെൻഡ് ആയിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ഈ വർക്ക് എന്ന് പറയുന്ന വാക്ക് നമ്മൾ അങ്ങനെ അല്ല പരിചയപ്പെടുന്നത്. ഇനി പവർ
നമ്മുടെ സാധാരണ പവർ എന്ന് പറഞ്ഞ ഒരാളുടെ മനസ്സിൽ വരുന്ന വാക്കെന്താണ്? നല്ല പവറുള്ള, ശക്തി. പരസ്യങ്ങൾക്ക് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പവർ, ശക്തി, ബലമുള്ള കമ്പി എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യമാണ്. പക്ഷേ പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് സ്പെൻഡിങ് എനർജിയാണ് ഫിസിക്സിൽ. അതിനെ മാത്രമേ പവർ എന്ന് വിളിക്കൂ, വേറെ ഒന്നിനെയും പവർ എന്ന് വിളിക്കില്ല. ശക്തി എന്ന് പറഞ്ഞൊരു വാക്കേ ഉപയോഗിക്കത്തില്ല. പിന്നെ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിൽ എന്താ അർത്ഥം? കാർബൺ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്ന ഏരിയയാണ് ഓർഗാനിക് കെമിസ്ട്രി. നമുക്ക് പുറത്ത് കിട്ടുന്ന സെൻസ് അതല്ല. ഓർഗാനിക് പച്ചക്കറി എന്ന് പറഞ്ഞാൽ കാർബൺ മാത്രം ഉണ്ടാക്കിക്കുന്ന പച്ചക്കറി, കരിക്കട്ട മാത്രമേ ഉള്ളൂ. സോൾട്ട്, കെമിസ്ട്രിക്കാരുടെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ആസിഡ് ബേസ് മിക്സ് ചെയ്ത് ഉണ്ടാകുന്ന സാധനത്തിനാണ് സോൾട്ട് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഉപ്പ് മാത്രമേ ഉള്ളൂ സോൾട്ട്. ബലം നേരത്തെ പറഞ്ഞാണ്, ഫോഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ. കുട്ടിക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞ വാക്കറിയാം, ബലം. കാരണം മറ്റേ മാർവൽ കോമിക്സിൽ ഇടയ്ക്കിടയ്ക്ക് പറയും ഫോഴ്സ്. ആ ഫോഴ്സ് അല്ല ഇത്. മറ്റേ നേരത്തെ പറഞ്ഞാണ് ഏത്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെൻ്റ് ഉണ്ടാക്കുന്ന ഐറ്റമാണ് ഫോഴ്സ്. അന്നാണ് ഫിസിക്സിൽ ഫോഴ്സിനെ വിളിക്കുന്നത്. അത് മാത്രമാണ് ഫോഴ്സ്. നമുക്കിങ്ങനെ ലൂസായിട്ട് എടുത്ത് പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഈ വാക്കുകൾ നമ്മൾ വിചാരിക്കും ടേക്കൺ ഫോർ ഗ്രാൻഡ്. ആളുകൾ വാക്ക് എല്ലാവർക്കും പരിചയമുള്ളതുകൊണ്ട് മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കും. ഇല്ല, വാക്ക് സയൻസിൽ ഉപയോഗിക്കുന്ന അർത്ഥം സ്പെസിഫിക് മീനിങ് ആണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മളത് തെറ്റിച്ചായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്കത് മനസ്സിലാവില്ല. ആവർത്തിക്കുന്നു, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നാത്തതുകൊണ്ടാണ് അത് പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാത്തത്. ഈ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഇത് നമ്മൾ ക്ലാസ്സിൽ സയൻസ് പഠിക്കുമ്പോൾ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. സയൻറ്റിസ്റ്റുമാർ മനുഷ്യരാണെന്ന് തോന്നില്ല. ഒരുപാട് പേരുകൾ പഠിക്കും, പേരുകളാണ്. ഇവർക്ക് എന്തെങ്കിലും ഒരു നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് തോന്നുകയേയില്ല. തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പഠിക്കുന്ന സമയത്ത് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ പേരുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, ഏതോ ഒരു ബോൾസ്മാൻ, നമുക്ക് ഈ പേര് വഴങ്ങുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരുതുന്നത് രാജേന്ദ്രൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പഠിക്കാൻ. ഇത് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പിന്നെ സ്പെല്ലിങ് പഠിക്കണം, വലിയ പ്രശ്നമാണ്. പക്ഷേ സയൻസ് ചെയ്ത മനുഷ്യർ, ഈ കണ്ടുപിടിച്ച ടെക്സ്റ്റ് ബുക്കിൽ പേര് വന്നേക്കുന്ന മനുഷ്യർക്കെല്ലാം അവരുടെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഈ പറഞ്ഞ ഈ ബോൾസ്മാൻ എന്ന് പറഞ്ഞൊരു കക്ഷി കൈനറ്റിക് തിയറിയെ കണ്ടുപിടിച്ചെന്നൊക്കെയാണ് നമ്മൾ പുസ്തകത്തിൽ പഠിക്കുക. പുള്ളിയാണ് ഈ ആറ്റങ്ങൾ എന്ന് പറയുന്ന വളരെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് വെച്ച് ഈ ഒരു സിലിണ്ടറിൽ അടച്ചു വെച്ചേക്കുന്ന ഗ്യാസ് എത്ര പ്രഷർ ചെലുത്തും, അത് എങ്ങനെ ടെമ്പറേച്ചർ കൊടുത്താൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഈ ആറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്. പക്ഷേ പുള്ളിയുടെ കാലത്ത് ഈ ആറ്റം എന്ന് പറയുന്ന സംഗതി വെറും ഒരു ട്രിക്കാണെന്ന്, അങ്ങനെ ആക്ച്വലി അത്രയും ചെറിയ പാർട്ടിക്കിൾസ് ആക്ച്വലി ഇല്ല എന്നുമാണ് മറ്റ് പല സയൻറ്റിസ്റ്റുകളും വാദിച്ചത്. അതിൽ ഈ ബോൾസ്മാന് അതിസാരമായ പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളി അങ്ങ് ഒറ്റപ്പെട്ടു കമ്മ്യൂണിറ്റിയിൽ. അതുമാത്രമല്ല, ആ സമയത്ത് നല്ല ആസ്മയുണ്ട്, കാഴ്ചയും കുറയുന്നുണ്ടായിരുന്നു, ഡിപ്രഷന് പറ്റിയ എല്ലാ ചേരുവകളും ഒത്തുചേർന്നു, സൂയിസൈഡ് ചെയ്യാണ് ചെയ്തത്. ഇതാണ് ഡ്രൈവിംഗ് ഫാക്ടർ. ഒരാൾ സൂയിസൈഡ് ചെയ്യുന്ന പെട്ടെന്ന് അയാൾ മനുഷ്യനായിട്ട് നമുക്ക് തോന്നും, ഇല്ലേ? മനുഷ്യരൊക്കെ ചെയ്യുന്ന എന്തോ കാര്യം. സോ ദർ ഈസ് സംതിങ് ഇൻവോൾവ്ഡ്. എന്തൊക്കെയോ നമുക്കൊക്കെ ഉള്ളതുപോലത്തെ എന്തൊക്കെയോ വ്യാകുലതകളൊക്കെ ഉള്ള ഒരാളായിട്ട് തോന്നും. പക്ഷേ ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ തുടക്കം അദ്ദേഹം ബോൾസ്മാനാണ്. ബോൾസ്മാൻ പിന്നീട് ഇന്ന കാരണങ്ങൾ കൊണ്ട് സൂയിസൈഡ് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് പഠിക്കാം. അപ്പോൾ തന്നെ ദേവി എന്ന് വിളിച്ചായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ ഇറ്റ് വർക്ക്സ്. കാരണം നമുക്ക് തോന്നും മനുഷ്യർ നമ്മളെയൊക്കെ പോലുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോൾ മേരി ക്യൂറി മക്കളെ വളർത്താൻ കഷ്ടപ്പെട്ടതും നമുക്കറിയത്തില്ല. മേരി ക്യൂറിയുടെ ഭർത്താവായിരുന്ന പേറി ക്യൂറി വളരെ ചെറുപ്പത്തിൽ തന്നെ കുതിരവണ്ടി ഇടിച്ച് മരിച്ചു പോയതും, അതിനുശേഷം മാഗ്നറ്റിസത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളായ പോൾ ലാഞ്ചിവിനുമായിട്ടൊരു അവിഹിത കഥ പ്രചരിച്ചതും. ഞാനിത് ക്ലാസ്സിൽ പറയുമ്പോൾ എന്താ ഇൻട്രസ്റ്റ് എന്നറിയാം പിള്ളേർക്ക്. നമ്മുടെ ലെവലിലോട്ട് കിട്ടണം, ഇതാണ് നമ്മുടെ ഫീൽഡ്. ഇതിലോട്ട് വന്നാൽ നമുക്ക് ഇതിങ്ങനെ ഈ സയൻറ്റിസ്റ്റുമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഥയിലേക്ക് വരുമ്പോൾ ക്ലാസ് മൊത്തം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് വരും. എന്നിട്ട് ഓക്കെ കം ടു ദ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ബലൂണിന് കാറ്റ് ഈ കം ടു ദ പോയിന്റ് ആണ് അയാളെ ഈ രസച്ചരട് പൊട്ടിക്കുന്നത്. ശരി, നമുക്ക് പാരാമാഗ്നറ്റിസത്തിലേക്ക് വരാം എന്ന് പറയുമ്പോൾ അതിനകത്ത് അസ്വാഭാവികമായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് പാരാമാഗ്നറ്റിസത്തിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഈ അവിഹിതത്തെക്കാൾ രസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്സ് ഇങ്ങനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ നമ്മൾ പഠിക്കില്ല. നമ്മൾ പ്രാധാന്യം എന്ന് പറഞ്ഞ് വെച്ചേക്കുന്നത് മറ്റേ സർട്ടിഫിക്കറ്റാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ആൾക്കാർ ചോദിക്കുന്ന പോലും ഇല്ല. ഇപ്പോൾ ഞാൻ പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊക്കെ ഈ ഗ്രേഡ് സർട്ടിഫിക്കറ്റൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു പ്രോഗ്രാം എഴുതി കാണിക്കാൻ പറയും. അതാണ് ഇപ്പോഴത്തെ കാലം. കാരണം എല്ലാവരുടെയും ഈ സാധനം ഉണ്ട്.
പണ്ട് വല്ലപ്പോഴും മാത്രം ഇത് കിട്ടുമ്പം അത് വെച്ചിട്ട് ആൾക്കാർ വിലയിരുത്തുക. ഇപ്പോൾ അതല്ല, എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് ഉണ്ട്. വരുന്നപ്പം ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും +2 99+ മാർക്ക്. അപ്പോൾ അതിൽ ഒരാളെ എങ്ങനെ ചൂസ് ചെയ്യും? പിന്നെ നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, നിനക്ക് പണി അറിയാമോ? അത് ആപ്ലിക്കേഷനാണ്. ദെൻ യു ഹാവ് ടു ലീവ് ദ സയൻസ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. അവിടെ ക്ലാസ് റൂമിൽ കൊണ്ടുവച്ചിട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലും പഠിക്കുന്നവരുണ്ട്, അവർക്ക് എപ്പോഴാണ് എന്തിനാണ് പഠിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് നമുക്ക് മനസ്സിലാവണം. പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് ഏണിംഗ് പ്രോസസ്സ് എന്നുള്ള കാലത്ത് നിന്നൊക്കെ ഒരുപാട് മാറി. സർട്ടിഫിക്കറ്റിന് അത് പ്രിൻ്റ് ചെയ്യുന്ന പേപ്പറിൻ്റെ വില പോലും ഒരുപക്ഷെ ഈ നാളെ ഇല്ലാതായി എന്ന് വരും. കാരണം പേയ്മെൻറ്റൊക്കെ UPI പേയ്മെൻറ്റായി മാറിക്കഴിഞ്ഞു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 100 രൂപയുടെ നോട്ടിന് 100 രൂപ എന്ന വില ഇല്ല. ഇപ്പോൾ അതാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം. നാളെ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്നൊക്കെയാണ്. അതായത് സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഒന്നും വേണമെന്നില്ല. ഒരു അക്കൗണ്ടിൽ UPI അക്കൗണ്ട് പോലെ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ ഏത് കമ്പനിയിലാണ് അപ്ലൈ ചെയ്യുന്നത് അവർക്ക് നിങ്ങൾ ഓതറൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള ക്രെഡിറ്റ്സ് അവർക്ക് കാണാം. സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് മറ്റേ പ്രിൻ്റ് കൊണ്ട് കാണിക്കണ്ട. ഇനി വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും പ്രിൻ്റ് ചെയ്യാൻ ഡിമാൻഡില്ല. ആ ബിസിനസ്സിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വെച്ച് കിട്ടിക്കോളൂ. ആ ബിസിനസ് ഇനി അധികം നാൾ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ സോഷ്യൽ ആസ്പെക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യരാണ് ഈ ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്കിടയിലാണ് സയൻസ് ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കിയ മാറ്റം ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പകല് പോലെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. ഇനി അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം സയൻസിൽ കൂടെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ പ്രശ്നങ്ങളൊന്നുമല്ല, നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും സയൻസിലൂടെ തന്നെയാണ് പരിഹാരം വരാൻ പോകുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ സയൻസ് ഉണ്ടാക്കിയതാണെന്നാണ് നമുക്കറിയാം. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കിയത് നമ്മളെല്ലാവരും ഗുഹാവാസികളായിട്ട് കാട്ടിൽ മറ്റ് മൃഗങ്ങളുമായിട്ട് മത്സരിച്ച് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും ഇതുപോലെ ഉണ്ടാകത്തില്ല. ഉണ്ടാവും, നമ്മുടെ വിഷയമല്ല. നമ്മളങ്ങനെയല്ല, നമ്മൾ മറ്റ് ജീവികളൊന്നും ഇല്ലാത്ത വിധം കാർബൺ എമിഷനും മറ്റ് പല പരിപാടികളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളായിട്ട് ഈ പ്രശ്നം ബൈ പ്രോഡക്റ്റായിട്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് റോഡ് പണിയണ്ടേന്ന് വെച്ചാൽ റോഡ് പണിയണം. കാരണം നമുക്ക് ആഗോള ഉച്ചകോടി പങ്കെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് വേണ്ടേ. അങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിഹാരം നമ്മൾ കണ്ടെത്തണം. കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾക്ക് എന്ത് ചെയ്യണം, എല്ലാവർക്കും ആരോഗ്യം ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഇക്വിറ്റി ഉറപ്പിക്കാൻ എന്ത് ചെയ്യണം, ഇതിനൊക്കെയുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ എഡ്യൂക്കേഷനിലൂടെയും അതിൻ്റെ പുറത്തുള്ള ചർച്ചകളിലൂടെയും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലുള്ള നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന പരിഹാര മാർഗ്ഗങ്ങൾക്ക് പകരം എല്ലാവരും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ചർച്ച ചെയ്യും. ഇത് ഒരു കൂട്ടം സയൻറ്റിസ്റ്റുമാരിരുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നതാണെന്ന് വിചാരിച്ചാൽ പെട്ടു. ഇത് ഓരോ മനുഷ്യരിലേക്ക് എത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഒരു ഡെമോക്രാറ്റിക് സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ തന്നെയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, നേരിട്ടോ അല്ലാതെയോ. നമ്മൾ ഇടപെടാതിരിക്കുന്നതും ഒരു തീരുമാനം എടുക്കൽ തന്നെയാണ്. നമ്മളുടെ തീരുമാനം ആയിരിക്കില്ല വരുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൺസേൺ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം.